ഹൈ പെർഫോമൻസ് അത്ലീറ്റ്സ് ആയിട്ടുള്ള ഫുട്ബോൾ പ്ലേയേഴ്സ്, ക്രിക്കറ്റ് പ്ലേയേഴ്സ്, ബാഡ്മിന്റൺ പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗെയിമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്ലേയേഴ്സ് പലപ്പോഴും എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലോങ് റൺ ചെയ്യാറുണ്ട്. എന്നാൽ സ്റ്റഡീസ് പറയുന്നത് എൻഡ്യൂറൻസ് അല്ലെങ്കിൽ ഗെയിം സ്പെസിഫിക് എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ലോങ് റണ്ണിനേക്കാളും ഏറ്റവും മികച്ചത് ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് ആണ് എന്നുള്ളതാണ്. ഹായ്, ദിസ് ഇസ് ഷെബിൻ. ഐ എം എ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിംഗ് കോച്ച്. വെൽക്കം ടു അവർ അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള കണ്ടിന്യൂസ് റണ്ണ്, അതായത് 30 മിനിറ്റ്സ്, 40 മിനിറ്റ്സ് അല്ലെങ്കിൽ 50 മിനിറ്റ്സ് തുടങ്ങിയിട്ടുള്ള കണ്ടിന്യൂസ് റണ്ണിനേക്കാളും എന്തുകൊണ്ടാണ് ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ്ങിനെ നമ്മുടെ എയറോബിക് പവർ ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും എന്തുകൊണ്ടാണ് ഇത്രമാത്രം ബെനിഫിഷ്യൽ ആകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് നമ്മുടെ ഗെയിം സ്പെസിഫിക് എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ കൃത്യമായിട്ട് ചെയ്യാം, അതിന്റെ വർക്കൗട്ട് പ്ലാൻ, അതുപോലെ തന്നെ നമ്മുടെ ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ, ഇതിനെല്ലാം കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക. വൺസ് അഗെയിൻ വെൽക്കം ടു അവർ അനദർ വീഡിയോ. ആദ്യമേ തന്നെ ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് എന്താണ്, അല്ലെങ്കിൽ ട്രഡീഷണൽ കണ്ടിന്യൂസ് ലോങ് റണ്ണിങ് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഹൈ ഇന്റൻസിറ്റിയിലുള്ള സ്പ്രിന്റ് ട്രെയിനിങ്ങിനെയാണ് നമ്മൾ ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 30 മീറ്ററോ 40 മീറ്ററോ അല്ലെങ്കിൽ 60 മീറ്ററോ അല്ലെങ്കിൽ 100 മീറ്ററോ ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ സ്പ്രിന്റ് ചെയ്യുന്നതിനെ നമ്മൾ ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് എന്ന് പറയും. എന്നാൽ ട്രഡീഷണൽ എൻഡ്യൂറൻസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 40 മിനിറ്റ്സ് അല്ലെങ്കിൽ 50 മിനിറ്റ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് സ്ലോ പേസിൽ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രഡീഷണൽ ലോങ് കണ്ടിന്യൂസ് റണ്ണിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് ട്രഡീഷണൽ റണ്ണിങ്ങിനേക്കാളും ബെറ്റർ ആയിട്ട് നമ്മൾ എയറോബിക് പവർ അല്ലെങ്കിൽ ഗെയിം സ്പെസിഫിക് എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളൊരു ഗെയിമിൽ, അതൊരു ക്രിക്കറ്റോ ഫുട്ബോളോ ബാസ്കറ്റ്ബോളോ ഏതൊരു ഗെയിം എടുത്താലും റിപ്പീറ്റഡ് ആയിട്ട് സ്പ്രിന്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ആക്സിലറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ വളരെ ഷോർട്ട് റെസ്റ്റ് ആണ് നമുക്ക് പലപ്പോഴും കിട്ടാറുള്ളത്. അതായത് പൂർണ്ണമായിട്ട് നമ്മുടെ ബോഡിക്ക് റിക്കവറി ചെയ്യാനുള്ള ഒരു ടൈം പലപ്പോഴും കിട്ടാറില്ല. ഇതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക് ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മളെ ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 40 മീറ്റർ അല്ലെങ്കിൽ 60 മീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യുന്നു, റെസ്റ്റ് എടുക്കുന്നു, ദെൻ വീണ്ടും ഉടനെ തന്നെ അടുത്ത റെപ്പറ്റീഷൻ ചെയ്യുന്നു. അപ്പോൾ ഓരോ റെപ്പറ്റീഷനിടയിൽ നമുക്കും ഈ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൈം കിട്ടത്തില്ല. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഹൈ ഇന്റൻസിറ്റിയിൽ നമ്മൾ ഇന്റർവൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഗെയിം ഡിമാൻഡ് നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ്ങിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് വെച്ചാൽ എയറോബിക് പവർ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എയറോബിക് പവർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എയറോബിക് എനർജി സിസ്റ്റം വഴി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എയറോബിക് പവർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് VO2 max എന്ന് പറയും. VO2 max എന്ന് വെച്ചാൽ നമ്മുടെ മസിൽസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈ ഇന്റൻസിറ്റി ആക്റ്റീവ് ആവുന്ന സമയത്ത് എത്രമാത്രം ഓക്സിജൻ കൺസ്യൂം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. VO2 max ഹൈ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഓക്സിജൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിക്ക് ഹൈ ഇന്റൻസിറ്റി എഫേർട്ട് അല്ലെങ്കിൽ ഹൈ ഇന്റൻസിറ്റി എക്സസൈസുകളിൽ നിന്ന് പെട്ടെന്ന് റിക്കവറി ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ഈ ഓക്സിജൻ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിന് യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് VO2 max എപ്പോഴും ഹൈ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി എന്തുകൊണ്ട് ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് പെർഫോമൻസ് ബെറ്റർ ആകുന്നു എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ട് 2 റീസൺ ആണ് ഉള്ളത്. അതിലൊരു ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ എനർജി സബ്സ്ട്രേറ്റ് സ്റ്റോറേജ് വർദ്ധിക്കാനായിട്ട് സാധിക്കും. എനർജി സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ ഒരു ബൈക്കില് പെട്രോൾ എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ കാറിലെ ഡീസൽ എന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിലെ എനർജി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഫ്യൂവലാണ് ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ ATP അല്ലെങ്കിൽ ഫോസ്ഫോ ക്രിയാറ്റിൻ ഒക്കെ. ഈ പറയുന്ന ഫ്യൂവലിനെ അല്ലെങ്കിൽ ഈ പറയുന്ന എനർജി സബ്സ്ട്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന് ഹൈ ഇന്റൻസിറ്റിയിലുള്ള അല്ലെങ്കിൽ ഷോർട്ട് സ്പീഡ് ട്രെയിനിങ് ചെയ്യുന്നത് വഴി ക്രിയാറ്റിൻ, ഫോസ്ഫേറ്റ്, ഗ്ലൈക്കോജൻ ഇതിന്റെ എല്ലാം അളവ് വർദ്ധിക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. ലോങ് സ്പ്രിന്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഗ്ലൈക്കോജന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന എനർജി സബ്സ്ട്രേറ്റ് സ്റ്റോറേജ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും. ഇനി ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് ചെയ്യുന്നത് വഴി മറ്റൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ എൻസൈംസിന്റെ ആക്ടിവിറ്റി മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എൻസൈം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ കെമിക്കൽ റിയാക്ഷൻ ഫാസ്റ്റ് ആക്കാൻ സഹായിക്കുന്നതാണ് എൻസൈം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ആദ്യം സൂചിപ്പിച്ച ഫ്യൂവൽ ആയിട്ടുള്ള ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു ബ്രേക്ക് ഡൗൺ പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ബ്രേക്ക് ഡൗൺ കെമിക്കൽ റിയാക്ഷനെ സഹായിക്കുന്ന എൻസൈമാണ് ഫോസ്ഫോ റിലീസ്, അതുപോലെ തന്നെ ഫോസ്ഫോ ഫ്രുക്ടോകൈനീസ് തുടങ്ങിയിട്ടുള്ള എൻസൈമുകൾ. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഹൈ ഇന്റൻസിറ്റി ട്രെയിൻ ചെയ്യുന്നത് വഴി ഇത്തരത്തിലുള്ള എൻസൈമുകളുടെ ആക്ടിവിറ്റി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. അതുവഴി വളരെ വേഗത്തിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കാനും എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഈ പറയുന്ന എൻസൈമുകൾ മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ളത് CPK, ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ്, മയോകൈനേസ്,
LDH ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് തുടങ്ങിയിട്ടുള്ള എൻസൈമുകൾ നമ്മുടെ ശരീരത്തിൽ ഉള്ളതാണ്. ഈ പറയുന്ന എൻസൈംസിന്റെ ആക്ടിവിറ്റി എല്ലാം മെച്ചപ്പെടുത്തുന്നത് വഴിയാണ് നമുക്ക് വളരെ വേഗത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് ലോങ് കണ്ടിന്യൂസ് റണ്ണിനേക്കാളും ഏറ്റവും ബെനിഫിഷ്യൽ ആകുന്നത്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ്ങിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തൊട്ട് മുൻപത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഫുട്ബോൾ പ്ലേയേഴ്സ് ചെയ്യേണ്ട ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് ഏതാണ്, അതായത് ഷോർട്ട് സ്പീഡ് എൻഡൂറൻസ് ട്രെയിനിങ്, ലോങ് സ്പീഡ് എൻഡൂറൻസ് ട്രെയിനിങ്, സ്പെഷ്യൽ എൻഡൂറൻസ് ട്രെയിനിങ്, ഇതിനൊക്കെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തൊട്ട് മുൻപത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കാണുക. കഴിഞ്ഞ വീഡിയോയിൽ പറയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഇത് കൃത്യമായിട്ട് പ്രോഗ്രസ് ചെയ്യണം എന്നുള്ളതാണ്. ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ 90 to 100% ഇന്റൻസിറ്റി റേഞ്ചിലാണ് നമ്മൾ പലപ്പോഴും ഓരോ റെപ്പിറ്റേഷൻ ചെയ്യേണ്ടതായിട്ട് വരിക. എന്നാൽ ട്രെയിനിങ്ങിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ഇത്രയും ഇന്റൻസിറ്റിയിലുള്ള എക്സസൈസുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഗ്രാജുവലി ആണ് ഹൈ ഇന്റൻസിറ്റി എക്സസൈസുകൾ നമ്മുടെ വർക്കൗട്ട് പ്ലാനിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് എക്സ്റ്റെൻസീവ് ടെമ്പോ ട്രെയിനിങ് ആണ്. എക്സ്റ്റെൻസീവ് ടെമ്പോ എന്ന് പറഞ്ഞാൽ, അതായത് ടെമ്പോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ റണ്ണിങ് സ്പേസിനെ അല്ലെങ്കിൽ റിതത്തിനെയാണ് നമ്മൾ ടെമ്പോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ്റ്റെൻസീവ് ടെമ്പോ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ 50 to 70% ഇന്റൻസിറ്റി റേഞ്ചിലുള്ള റിപ്പീറ്റേഷൻ ട്രെയിനിങ് ആണ് എക്സ്റ്റെൻസീവ് ടെമ്പോ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര റെപ്പിറ്റേഷൻ ചെയ്യണം, എത്ര ഇന്റൻസിറ്റിയിൽ ചെയ്യണം, അതുപോലെ തന്നെ ഓരോ റെപ്പിറ്റേഷനിടയിൽ എത്ര റെസ്റ്റ് എടുക്കണം എന്നെല്ലാം കൃത്യമായിട്ട് നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ സ്പീഡ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇന്റൻസീവ് ടെമ്പോ ട്രെയിനിങ് ആണ്. ഇന്റൻസീവ് ടെമ്പോ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ 80 to 90% ഇന്റൻസിറ്റിയിലാണ് നമ്മൾ റെപ്പിറ്റേഷൻ ട്രെയിനിങ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ റെപ്പിറ്റേഷനിടയിൽ എത്രമാത്രം റെസ്റ്റ് എടുക്കണം, സെറ്റ്സിനിടയിൽ എത്ര റെസ്റ്റ് എടുക്കണം എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് എക്സ്റ്റെൻസീവ് ടെമ്പോ ട്രെയിനിങ് ചെയ്ത് അതിനുശേഷം ഇന്റൻസീവ് ടെമ്പോ ട്രെയിനിങ് ചെയ്ത് അതിനുശേഷമാണ് ഹൈ ഇന്റൻസിറ്റിയിലുള്ള 90 to 100% ഇന്റൻസിറ്റി റേഞ്ചിലുള്ള ഷോർട്ട് സ്പീഡ് എൻഡൂറൻസ് ട്രെയിനിങ് ആണെങ്കിലും അല്ലെങ്കിൽ ലോങ് സ്പീഡ് എൻഡൂറൻസ് ട്രെയിനിങ് ആണെങ്കിലും സ്പെഷ്യൽ എൻഡൂറൻസ് ട്രെയിനിങ് ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തിട്ട് വേണം നമ്മുടെ സ്പീഡ് ട്രെയിനിങ് നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ലോങ് കണ്ടിന്യൂസ് റണ്ണിനേക്കാളും ഏറ്റവും ബെനിഫിഷ്യൽ ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് ആണ്. അത് നമ്മുടെ ഗെയിം സ്പെസിഫിക് എൻഡൂറൻസ് ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും നമ്മുടെ എയറോബിക് പവർ ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും ഇതിനെല്ലാം വളരെ ബെനിഫിഷ്യൽ ആണ് ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ്. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ സ്പീഡ് അല്ലെങ്കിൽ അജിലിറ്റി, സ്പീഡ് എൻഡൂറൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂറോ മസ്കുലർ സിസ്റ്റം എങ്ങനെയാണ് കൃത്യമായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യേണ്ടത്, ഇതിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വീഡിയോ കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ദിസ് ഇസ് ഷെബീൻ. ബൈ.